പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജൂൺ മാസം 16 ഹല്ലേലൂയ തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചല്ലോ. അതിനായിട്ട് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ സന്തോഷത്തോടെ ഈ പ്രഭാതി നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലം നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ശ്രേഷ്ഠമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത്, 106-ാം സങ്കീർത്തനം: യഹോവയെ സ്തുതിപ്പീൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവയുടെ വീര്യപ്രവൃത്തികളെ ആർ വർണ്ണിക്കും, കർത്താവിൻ്റെ സ്തുതിയൊക്കെയും ആർ വിവരിക്കും. നമുക്ക് ഈ പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും സ്തോത്രത്തോടെ കർത്താവിനെ വർണ്ണിക്കുവാനും ആ നന്മകളെ ഘോഷിപ്പാനും ഈ പ്രഭാതം കർത്താവ് ഒരുക്കി തന്നിരിക്കുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. താങ്ക് യു ജീസസ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും അല്പസമയം പ്രാർത്ഥിക്കുവാനായി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, പ്രത്യേകിച്ച് കർത്താവേ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികൾ ഈ പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ തരത്തിലുള്ള രോഗശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഹല്ലേലൂയ സ്തോത്രം, മൂക്കിനകത്ത് ബ്ലോക്ക് ഉണ്ടായിരിക്കുന്ന അവസ്ഥകൾ യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രി സൗഖ്യമാകട്ടെ. എല്ലാ ബ്ലോക്കുകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. എല്ലാ ബ്ലോക്കുകളും ആമേൻ. മൂക്കിനകത്ത് ആമേൻ ദശ കളിച്ച് മൂക്കിനകത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുന്ന അവസ്ഥകൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ സ്വസ്ഥതയുണ്ടാകട്ടെ. അതുപോലെ കർത്താവേ, ആമേൻ ആമേൻ ആമേൻ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അതുപോലെ ഹാർട്ട് ബ്ലോക്കുകൾ ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. രക്തം കട്ട പിടിക്കുന്ന അനുഭവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. അത് സ്വസ്ഥമായി തീരട്ടെ എന്ന് ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ അലർജികളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ അലർജികളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ അലർജികളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവേ, ഈ പ്രഭാതത്തിൽ ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി കാണുവാൻ കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളെ സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ കൃപ അനുഭവിപ്പാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ബിസിനസ്സിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് അവർ വിവാഹം നടക്കുവാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമുക്ക് ഇന്ന് കർത്താവിന് വെച്ച ഇന്ത്യൻ സമയം 9:30 നമുക്ക് സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്. ഇന്നത്തെ ഓൺലൈൻ മീറ്റിംഗ് സ്പെഷ്യൽ ഓൺലൈൻ സർവീസാണ്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ അത് അറിയിക്കണം. ഇന്നത്തെ രാത്രിയിൽ നമ്മൾ ആമേൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആമേൻ നമ്മുടെ കൂടെ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടാകും. ആ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങിയാൽ അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഇന്നത്തെ ഓൺലൈൻ മീറ്റിങ്ങിനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അത് ഏറ്റവും മഹത്തരമായി തീരട്ടെ, ശ്രേഷ്ഠകരമായി തീരട്ടെ. വലിയ ദൈവപ്രവൃത്തിക്ക് കാരണമാക്കി തീർക്കുന്നതിന് സ്തോത്രം. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ മേൽ പകരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ഫിലിപ്പിയർ 2:14 പറയുന്നു. 2:14 അവസാന ഭാഗം പറയുന്നു, എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. ഡു ഓൾ തിങ്സ്, എല്ലാ കാര്യങ്ങളും
പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. ഇത് നമ്മളെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ്. പിറുപിറുപ്പും വാദവും കൂടാതെ വേണം നമ്മൾ കാര്യങ്ങൾ മുൻപോട്ട് ചെയ്യുവാൻ. കാരണം പിറുപിറുപ്പുള്ളിടത്ത് തർക്കമുള്ളിടത്ത് കാര്യങ്ങൾ മുൻപോട്ട് പോകാൻ പ്രയാസമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവമക്കൾക്ക് തരുന്ന ആലോചന എന്ന് പറയുന്നത് പിറുപിറുപ്പില്ലാതെ ചെയ്യണം, വാദമില്ലാതെ ചെയ്യണം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. എല്ലാത്തിനും കർത്താവിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നേറുവാൻ തയ്യാറായാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഈ തലമുറയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പലരുടെയും മുന്നേറ്റത്തിനും തടസ്സമായി നിൽക്കുന്നത് പിറുപിറുപ്പാണ്, കംപ്ലൈൻറ്റുകളാണ്. എന്നെ കിട്ടിയാലും അതിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. എല്ലാത്തിനും കംപ്ലൈൻറ്റ് പറയും. അങ്ങനൊരു കംപ്ലൈൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ അത് ശരിയല്ല, അല്ലെങ്കിൽ ഇത് ശരിയല്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് കുറച്ചുകൂടെ അത് കിട്ടിയിരുന്നെങ്കിൽ നല്ലതല്ലായിരുന്നു, അല്ലെങ്കിൽ അതുകൂടെ തന്നാൽ എന്നാ കുഴപ്പം എന്നായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന ഒരനുഭവങ്ങൾ. പഴയ നിയമത്തിൽ ചെങ്കടൽ കടന്ന് പുറത്ത് വന്നു കഴിയുമ്പോൾ അവർക്ക് ദൈവം മന്ന കൊടുക്കുന്നു, കാടപ്പക്ഷിയെ കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു. പക്ഷേ ഇവർക്കൊരു സന്തോഷമുണ്ട്. ഇത് കഴിക്കുമ്പോഴും അവർ വായിക്കകത്ത് ചവച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ കുറ്റം പറയും, അതിൻ്റെ കുറവ് പറയും. എന്തുകൊണ്ടാണ് ഇച്ചോട് നല്ലത് തന്നുകൂടായിരുന്നു, അല്ലെങ്കിൽ ഇതാണോ എന്നും തന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള പിറുപിറുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അത് കാരണം എന്ത് ചെയ്തി അവരുടെ നന്മയ്ക്ക് അത് തടസ്സമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിനകത്താണെങ്കിലും പിറുപിറുപ്പുണ്ടാകരുത്. ജോലി സ്ഥലത്ത് നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ ഒരു ജോലി തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ജോലി കിട്ടിക്കഴിഞ്ഞാലോ അവിടെ കയറിയിരുന്ന് ആ ജോലി സ്ഥലത്തിൻ്റെ കുറ്റം പറഞ്ഞ് എന്നാ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല എന്നാൽ പിന്നെ നീ മാറിപ്പോ, അത് ചെയ്യത്തില്ല. പക്ഷേ അവിടെ ഇരുന്ന് ഇങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള വളർച്ചയ്ക്ക് ഭയങ്കര തടസ്സമാണ്. പലരുടെയും ജീവിതത്തിലുള്ള പ്രശ്നം അതാ. പിറുപിറുപ്പാണ്. എല്ലാ കാര്യത്തെക്കുറിച്ച് പിറുപിറുക്കും. സന്തോഷം പറയത്തില്ല, നന്ദി പറയത്തില്ല, താങ്ക് യു പറയത്തില്ല, ദൈവത്തിന് നന്ദി പറയത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ച് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നമ്മൾ നന്ദി പറയുന്നവരായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. കംപ്ലൈൻറ്റ് പറയുന്നതിന് പകരം നമ്മൾ എന്ത് പറയുന്നവരായിരിക്കണം? നന്ദി പറയുന്നവരായിരിക്കണം. നമ്മൾ ജീവിതത്തിൽ നന്ദി പറയുവാൻ തുടങ്ങുമ്പോൾ, കർത്താവേ അങ്ങ് തന്ന ആരോഗ്യത്തിനായിട്ട് സ്തോത്രം, അങ്ങ് തന്ന ആയുസ്സിനായിട്ട് സ്തോത്രം, അങ്ങ് തുറന്ന വാതിലുകൾക്കായിട്ട് സ്തോത്രം, അങ്ങനെ ഇത്രത്തോളം അനുഗ്രഹിച്ചതിന് സ്തോത്രം, അങ്ങനെ ഇത്രത്തോളം ഉയർത്തിയതിന് സ്തോത്രം. ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് പറയാൻ തുടങ്ങുമ്പോൾ എന്താ പറ്റുന്നത്? നമ്മുടെ ഉള്ളം സന്തോഷം കൊണ്ട് നിറയുവാൻ തുടങ്ങും, നമ്മുടെ അകത്ത് സമാധാനം കൊണ്ട് നിറയുവാൻ തുടങ്ങും. അതുമാത്രമല്ല, അത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവിക അനുഗ്രഹങ്ങൾ ധാരാളമായി വെളിപ്പെടുവാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലൈൻറ്റ് പറയുന്നവരാകരുത്, പിറുപിറുക്കുന്നവരാകരുത്. ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവർ നമുക്ക് അവരുടെ സാഹചര്യം അനുസരിച്ച്, അവരുടെ കഴിവനുസരിച്ച്, അവരുടെ മനസ്സനുസരിച്ച് നമുക്ക് ചെയ്തു. നമ്മളതിന് കംപ്ലൈൻറ്റ് പറയാൻ നമുക്ക് തന്നെ അവകാശം. ചിലർക്കൊക്കെ ഒരു ഗിഫ്റ്റ് കിട്ടിയാൽ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉടനെ അതിനെ കംപ്ലൈൻറ്റ് പറയും, ഇതാണോ തന്നത്? ഞാൻ ചോദിക്കട്ടെ, അവരവരുടെ മനസ്സിനനുസരിച്ച് തന്നു, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നു. ഇനി നമ്മളെന്തിനാ അതിന് കംപ്ലൈൻറ്റ് പറയാൻ നിൽക്കുന്നത്? നമ്മളതിന് താങ്ക് യു പറ. ദൈവമേ, അവർക്ക് അങ്ങനൊരു മനസ്സ് കൊടുത്തതിന് സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങൾ കംപ്ലൈൻ്റ് ഇല്ലാതെ, വാദവും പിറുപിറുപ്പുമില്ലാതെ, എല്ലാം സന്തോഷത്തോടെ, നന്ദിയോടെ, ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട്, മനുഷ്യരോട് നന്ദി പറഞ്ഞുകൊണ്ട് ചെയ്യുവീൻ. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമാകും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഇന്നിപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എന്നെ എഴുന്നേൽപ്പിച്ചതിന് നന്ദി. ആഹാരത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ കർത്താവേ നീ എനിക്ക് ഈ ആഹാരം തന്നതിന് സ്തോത്രം. അല്ല ഇതിന് രുചി പോരാ, കറി പോരാ എന്നല്ല, കർത്താവേ ഇത് തന്നല്ലോ, ഇത് കഴിക്കാനുള്ള ആരോഗ്യം തന്നല്ലോ, അതിനുള്ള വിശപ്പ് തന്നല്ലോ, അതിനുള്ള സോഴ്സ് തന്നല്ലോ, അതിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എല്ലാത്തിനും അങ്ങനെ ഒന്ന് നന്ദി പറഞ്ഞു നോക്കി, ജീവിതം അനുഗ്രഹപൂർണ്ണമായി തീരും കേട്ടോ. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. ദൈവിക നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുവാൻ ഈ ദിവസങ്ങളിൽ നന്ദിയുള്ള ഹൃദയമുള്ളവരായി തീരുക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരിക. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.